തിരിച്ചു കയറുന്ന ആദ്യ ദിവസം തന്നെ ലേറ്റ് ആകുന്നത് നല്ലതല്ല. മഞ്ജു വരുന്ന വഴിക്ക് ജയിലിൽ കയറി മഹിമയെ കണ്ടിട്ട് വരുള്ളൂന്നാ പറഞ്ഞത്. കൊള്ളാം. ഒരു പോലീസുകാരി തടവുകാരിയെ കണ്ടിട്ട് വേണം ഐശ്വര്യമായിട്ട് വീണ്ടും ജോലി കയറാൻ. ഏതെങ്കിലും ഒരു തടവുകാരി അല്ലല്ലോ, നിരപരാധിയായിട്ടും ജയിലിൽ കിടക്കേണ്ടി വന്ന സ്വന്തം അനിയത്തിയല്ലേ. അതിലാർക്കും ഒരു തെറ്റും പറയാൻ പറ്റില്ല. ഞങ്ങള് മോളെ കുറിച്ച് സംസാരിക്കായിരുന്നു. എന്തായാലും മോളെ വീണ്ടും യൂണിഫോമിൽ കാണാൻ പറ്റിയല്ലോ, സന്തോഷായി. മഞ്ജു ഇല്ലാത്തോണ്ട് സ്റ്റേഷനിലെ കാര്യങ്ങളാകെ അവതാളത്തിലായിരുന്നു. ഇനി കാര്യങ്ങളെല്ലാം ഉഷാറാവും. ഞാൻ സ്ഥിരമായിട്ട് തിരിച്ച് ജോലിക്ക് കയറിയതാന്ന് ആരും കരുതരുത്. ഞാൻ എന്റെ അനിയത്തെ രക്ഷിക്കാൻ വേണ്ടി മാത്രം തിരിച്ച് ജോലിക്ക് കയറിയത്. ആവശ്യം കഴിഞ്ഞാ ഞാൻ രാജിവെക്കും. ഇവക്ക് സ്വന്തം കാര്യം അത്രേ ഉള്ളൂ. എന്നിട്ട് നിങ്ങൾ വെറുതെ ഞാൻ സ്വാർത്ഥയാണെന്ന് പറയും. മോളെ, ആ അച്ഛ, ഞാൻ വാടക കാശ് ചോദിക്കാൻ വേണ്ടി വന്നതാ. അത് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ ഓൺലൈനായിട്ട് അയച്ചു തരുമായിരുന്നല്ലോ. അല്ല, അങ്ങനെ ആവുമ്പോ ഇവരെയൊക്കെ നേരിട്ട് കാണാൻ പറ്റില്ലല്ലോ. എവള് വീണ്ടും ജോലിക്ക് കയറിയോ? ആ കയറി. എന്തിനാ കൊച്ചെ വെറുതെ പറ്റാത്ത പണിക്ക് നിൽക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ, പോലീസ് പണി നിനക്ക് പറ്റിയ പണിയൊന്നും അല്ല എന്ന്. കഴിവില്ലാത്ത കുറെ ആളുകൾ ഡിപ്പാർട്ട്മെന്റിലുണ്ടല്ലോ. ഞാനും ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ, എന്താ സംഭവിക്കാന്നറിയാലോ. ആ, നീ ശ്രമിച്ചു നോക്ക്. അതും ഒരു തരത്തിൽ നല്ലത് തന്നെയാണ്. മാധവൻ ഡിപ്പാർട്ട്മെന്റിൽ വളരെ നല്ല പേരുണ്ടാക്കിയിട്ടാണ് മരിച്ചുപോയത്. അയാളുടെ മകൾ വഴി ആ പേര് നശിക്കാനായിരിക്കും ചിലപ്പോ അയാളുടെ യോഗം. സാറ് പറഞ്ഞ പോലെ